ഫണ്ടുകളുമില്ല. എല്ലാ വിഷയത്തിലും അഗാധമായ പണ്ഡിതനാണ്. ഖുർആന്റെ വിഷയത്തിലും ഹദീസിന്റെ വിഷയത്തിലും ഫുഖഹാക്കൾ പഠിപ്പിച്ച ഫിഖ്ഹിലും മസ്അലകളിലും എല്ലാ ഫന്നിലും കഴിവുള്ള വലിയ മഹാപണ്ഡിതനാണ് നമ്മുടെ ആത്മീയ നേതാവായ മഹാനായ താജുൽ ഉലമ ഉള്ളാത്തൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ മഹാമനീഷിയാണ് നമ്മുടെ ആത്മീയ നേതാവ്. ഈ ഖുർആനാണ് താജുൽ ഉലമ മുന്നിൽ വെച്ചത്. ആ ഖുർആൻ തങ്ങൾ പറഞ്ഞു കഴിയൂല. ജിബ്രീൽ അലൈഹിസ്സലാം വിട്ടില്ല. അള്ളാന്റെ ഓർഡർ അനുസരിച്ച് ഹബീബായ റസൂലുള്ളാഹിനെ കൂട്ടിപ്പിടിച്ചു. തഫ്സീർ സാവിയിലൊക്കെ നോക്കിയാൽ കാണാം റസൂലുള്ളാഹിന്റെ കരളൊന്ന് കീറി വൃത്തിയാക്കി. 4 പ്രാവശ്യം മുത്തുനബിന്റെ കരള് കീറി വൃത്തിയാക്കി എന്ന് മഹാന്ത മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് 4-ാം വയസ്സിൽ, ആ ചരിത്രം എല്ലാവർക്കും അറിയാം. മറ്റൊന്ന് 10-ാം വയസ്സിൽ, അതുപോലെ തന്നെ 40 വയസ്സാകുമ്പോ ജബലുന്നൂറിന്റെ മുകളിൽ വെച്ച് 3 പ്രാവശ്യം. 4-ാമത്തെ പ്രാവശ്യം 53 വയസ്സുള്ളപ്പോൾ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് റഹ്മത്തുൽ ലിൽ ആലമീന്റെ കരള് അല്ലാഹു കീറി വൃത്തിയാക്കി എന്ന് മഹാന്മാർ കിതാബുകളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, റഹ്മത്തുൽ ലിൽ ആലമീൻ, ആലമീങ്ങളുടെ റഹ്മത്ത്, ആലമീങ്ങളുടെ കാരുണ്യം എന്ന് പറഞ്ഞ നേതാവ്. ആലമീങ്ങൾ എന്ന് പറഞ്ഞതിൽ ലോകത്തുള്ള ബുദ്ധിയുള്ള എല്ലാ ജീവികളും സർവചരാചരങ്ങളും ഉൾപ്പെടും. പ്രിയമുള്ളവരെ, അതാണ് ഈ ഇസ്ലാം എന്ന് പറയപ്പെടുന്ന ആ മഹത്തായ സന്ദേശത്തിന് അനുധാവനം ചെയ്യാനുള്ള നമുക്കുള്ള ഏറ്റവും വലിയ മാർഗദർശി റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ആ തങ്ങള് ഇവിടെ ഒരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല, ഒരു അനീതിയും തങ്ങൾ ചെയ്തിട്ടില്ല. 40 വയസ്സ് വരെ എല്ലാവരും അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ 2-3 പ്രാവശ്യം ആവർത്തിച്ച് ഓതിക്കൊടുത്ത് പിന്നെ റസൂലുള്ള ഖുർആൻ ഏറ്റെടുത്ത് തുടർന്ന് ഓതിയപ്പോൾ ഹബീബായ നബി തങ്ങൾക്ക് വിറയലും ഒരു വേജാറും ഒരു കിടിലമെല്ലാം അനുഭവപ്പെട്ടു. മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രിയപത്നി ഖദീജ ബീബിന്റെ വീട്ടിൽ വന്ന് ജമ്മിലൂനി ജമ്മിലൂനി, എന്നെ നിങ്ങളൊന്ന് പുറപ്പെട്ട് ഓടിത്തരൂ, എനിക്കൊരു വിറയലുണ്ട്, എനിക്കൊരു വേജാറുണ്ട്, എനിക്കൊരു കിടിലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ സമാധാനത്തിന്റെ ഒരു പ്രഖ്യാപനവുമായി വന്നപ്പോ ഖദീജ ബീബി പറഞ്ഞതെന്താ? അവിടുത്തെ അമാനത്തിന് അംഗീകാരം നൽകുകയാണ്. അവിടുത്തെ അല്ലാഹു തആല ഒരു ബുദ്ധിമുട്ടും തരില്ല. തങ്ങൾക്കൊരു വിഷമവും അല്ലാഹു തരില്ല. കാരണം തങ്ങളിവിടെ പാവപ്പെട്ടവന്റെ പ്രശ്നം ഏറ്റെടുക്കുന്നവരാണ്. ഈ ഉമ്മത്തിന് അതാണ് ഉദാത്തമായ മാതൃക. ആ ഖദീജ ബീവിന്റെ വാക്ക്, റഹ്മത്തുൽ ലിൽ ആലമീനെ കുറിച്ച് പറഞ്ഞ വാക്ക്, ഇവിടെ വരുന്ന താജുൽ ഉലമ ടവർ കേന്ദ്രീകരിച്ച് അത് ഖദീജ ബീവി പറഞ്ഞ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഉമ്മത്തിന്റെ എന്നത്, ഈ പ്രസ്ഥാനം ഇവിടെ നേതൃത്വം നൽകുന്നത്. ഒന്ന് പറഞ്ഞത് എന്താ? ഇല്ലാത്തവരെ കണ്ടെത്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ഹബീബ് റസൂലുള്ളാഹി. വിഷമിക്കുന്നവന്റെ വിഷമം തീർക്കുന്ന ആളാണ് തങ്ങള്. അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുന്നവരാണ്, രക്തബന്ധം ചേർക്കുന്നവരാണ്, സാമുദായിക പ്രശ്നങ്ങൾ തീർക്കുന്ന നേതാവാണ് തങ്ങള്. തങ്ങൾക്കൊരു വിഷമവും അല്ലാഹു തരൂല. ഇതാണ് ബുദ്ധിമതിയായ ഖദീജ ബീവി പറഞ്ഞെങ്കിൽ, അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ കൂടിയ താജുൽ ഉലമന്റെ അനുയായികളോട് ഈ ഒരു മാതൃകയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഒരു ഉദാത്തമായ വഴിയാണ് താജുൽ ഉലമ ടവർ കേന്ദ്രീകരിച്ച് നമ്മുടെ നേതൃത്വത്തിന് ഈ സമൂഹത്തിനോട് പറയാനുള്ളത്. അള്ളാഹു നമ്മുടെ പദ്ധതികൾ വിജയിപ്പിക്കട്ടെ, അള്ളാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അന്ന് ഏറ്റെടുത്ത ഖുർആൻ തങ്ങളെ പദപ്പെട്ടുകൂടി. പിന്നെ ഖദീജ ബീവി എന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച്, ഒരു ഉമ്മ കുട്ടികളെ കൊണ്ടാണ് മാതിരി ഖദീജ ബീവി എന്നെ എഴുന്നേൽപ്പിച്ച് ഉറക്കത്തിന് നൗഫൽ എന്ന ഉത്തരം കിട്ടുന്ന, മന്ത്രിച്ചു വരാൻ കഴിവുള്ള, തൗറാത്തിനെ കുറിച്ച് അറിവുള്ള വലിയ പണ്ഡിതന്റെ ഹളറത്തിലേക്ക് ഖദീജ ബീവി എന്നെ കൈപിടിച്ചു കൊണ്ടുപോയി റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഉറക്കത്തിന് നൗഫലാണ് പിന്നീട് പറയുന്നത്, ആ ഇറങ്ങിയത് മലക്കാണെന്നോ, നിങ്ങൾ അവസാനത്തെ നബിയാണെന്നോ, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഖൗമ് പുറത്താക്കുന്ന ഒരു സമയം ഇവിടെ വരാനുണ്ട്, അന്ന് ഞാനെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞപ്പോ റഹ്മത്തുൽ ലിൽ ആലമീൻ ചോദിക്കുക, അങ്ങനെ ആരോടും ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ പ്രത്യേകമായ ഒരു കുഞ്ചോ പോരോ ഒന്നുമില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടമായ തങ്ങൾ ചോദിക്കുകയാണ്, എന്നെ ഈ നാട്ടിൽ നിന്ന് ഈ നാട്ടുകാർ പുറത്താക്കുവാൻ? ഒരു അത്ഭുതമായിട്ട് ചോദിച്ച സംഭവങ്ങള് പരിശുദ്ധമായ ഹദീസ് ശരീഫില് വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
മുൻഗാമികളായ അമ്പിയാക്കന്മാരൊക്കെ അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അത് സംഭവിക്കും. അങ്ങനെ വന്ന റസൂലുള്ളാഹി തങ്ങള് തുടക്കം കുറിച്ച മഹത്തായ ഈ സുന്നത്തി ജമാഅത്ത്, അതാണ് സുന്നത്തി ജമാഅത്ത്. സുന്നത്തി ജമാഅത്ത് ഈ ചരിത്രം പറയുന്നവരാണ്. സമൂഹത്തിൽ റബീഉൽ അവ്വൽ മാസം വന്നാല് നമ്മളെ പിഞ്ചു പൈതങ്ങൾക്ക് ഗാനങ്ങളും കവിതകളും പാട്ടുകളും എഴുതിക്കൊടുത്തു റഹ്മത്തുൽ ലിൽ ആലമീൻ ആരാണെന്ന് സമൂഹത്തിന് കൃത്യമായി പരിചയപ്പെടുത്തുന്ന ഒരു ഇസ്ലാം പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ഈ ഇരിക്കുന്ന സുന്നികൾ മാത്രമാണ്, സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ മാത്രമേ. മറ്റവർക്ക് അത് പറ്റൂലല്ലോ, അങ്ങനെ പറയാൻ പാടില്ല എന്നാണല്ലോ മറ്റോല സന്ദേശങ്ങൾ. ഇത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ മാത്രമാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ. പ്രിയമുള്ളവരെ, അങ്ങനെ റസൂലുള്ളാഹി വന്നു. ചരിത്രം വളരെ നീണ്ട ചരിത്രമാണ്. ഖുർആൻ ഏറ്റെടുത്തു. ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോ ആ കണ്ട മലക്കിനെ പിന്നെ കാണാത്തതിന്റെ വിഷമം. അന്ന് ഇറങ്ങിയിട്ട് പിന്നെ കണ്ടില്ലല്ലോ. ആകാശത്തേക്ക് ഇങ്ങനെ നോക്കും, എവിടെ ആ മലക്ക്. ഇങ്ങനെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് കണ്ടത് ഒരു ദിവസം ഭൂമിയുടെ ആകാശത്തിന്റെ ഇടയില് കുർസിയില് അന്ന് കണ്ട ആ രൂപം അവിടെ ഇങ്ങനെ ഇരിക്കുന്ന രംഗം കണ്ടത്. റസൂലുള്ളാഹി വീണ്ടും വീട്ടിൽ വന്ന് പുതപ്പിട്ട് മൂടി കിടക്കുകയാണ്. അപ്പോഴാണല്ലോ ആയത്തിറങ്ങിയത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിയ നബിയെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് ആ സന്ദർഭത്തിലാണെന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസീബത്തൊക്കെ രക്ഷിക്കട്ടെ, നല്ല സലാമത്താക്കുമാറാകട്ടെ. അതിന് വല്ല രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ശിഫ കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്